ലഹരിക്കെതിരെ കനത്ത പ്രഹരവുമായി പോലീസ്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ നിരവധി പേർ പിടിയിൽ. വരും ദിവസങ്ങളിലും ലഹരിവിരുദ്ധ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും ജനങ്ങൾ ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നും പോലീസ് അധികൃതരുടെ നിർദ്ദേശം. കേരളത്തിൽ ലഹരി വ്യാപനത്തിനെതിരെ ആരംഭിച്ച ഒരു പ്രത്യേക പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ യുവജനങ്ങൾ എന്നിവർക്കിടയിലുള്ള ലഹരി വ്യാപനത്തിനെതിരെ തകർക്കാനുള്ള ഒരു പോരാട്ടമാണ് ഓപ്പറേഷൻ തൂഫാൻ. സംഘടിത മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കുന്നതിനായി 2026 ജൂണിൽ കേരള പോലീസും എക്സൈസ് വകുപ്പും സംസ്ഥാന സർക്കാരും ചേർന്നാരംഭിച്ച സംസ്ഥാന വ്യാപകമായ ഒരു ബൃഹത്തായ മയക്കുമരുന്ന് വിരുദ്ധ എൻഫോഴ്സ്മെന്റ് ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ. MDMA, കഞ്ചാവ് തുടങ്ങിയ സിന്തറ്റിക് മരുന്നുകളുടെ കടത്ത് തടയുന്നതിനാണ് ഈ ദൗത്യം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പയ്യന്നൂരിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി തൃക്കരിപ്പൂർ പടിഞ്ഞാറേപ്പുരയിൽ വീട്ടിൽ അബൂബക്കറിന്റെ മകൻ നാസിഫ് അബൂബക്കർ പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായിരുന്നു. 0.29 ഗ്രാം MDMAയാണ് ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ജ്യോതിഷാലയത്തിൽ നിന്ന് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷാലയം നടത്തിപ്പുകാരനായ വടശ്ശേരി പെരിഗമന ഇല്ലത്തെ ശ്രീനാഥ് PA പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പഴയങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് കടത്തിയ കേസിലും മറ്റ് ലഹരി വിരുദ്ധ കേസുകളിലുമായി 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മാട്ടൂൽ സ്വദേശി അജ്മൽ CMK എന്നയാളെയാണ് 3.18 ഗ്രാം കഞ്ചാവുമായി പഴയങ്ങാടി പോലീസ് പിടികൂടിയത്. കൂടാതെ മാട്ടൂൽ സെൻട്രൽ വാഴവളപ്പിൽ വീട്ടിൽ മുഹമ്മദ് ഫവാസ്, മാട്ടൂൽ സെൻട്രൽ വലിയ ചാലിൽ വീട്ടിൽ മുഹമ്മദ് സഫീർ എന്നിവരെയാണ് പഴയങ്ങാടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിലും ലഹരി വിരുദ്ധ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും ജനങ്ങൾ ലഹരി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നും പയ്യന്നൂർ CI രാജേഷ് P അറിയിച്ചു. ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം DYSP പയ്യന്നൂരിൻ്റെ മേൽനോട്ടത്തിലും 4 തരത്തിലുള്ള സ്ക്വാഡുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിനെ ഒരു ഇൻ്റലിജൻസ് വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട്. ഇത്തരം ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്നതും വിതരണം ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് ആയിട്ട് ഒരു ടീമും, അതോടൊപ്പം ഈ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ഡിറ്റക്ഷൻ ടീമിനെയും, ഈ ഡിറ്റക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും നമ്മൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂള്, കോളേജ് തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഇതിന് അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ് ടീമിനെയും ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ പോലീസ് സബ് ഡിവിഷനിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നമ്മൾ നടത്തുന്നത്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ പ്രധാനമായൊരു ഘടകമാണ്. പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടിയാണ് ഇത് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിയത്. എന്തായാലും പയ്യന്നൂരിൽ ഇതിനകം തന്നെ 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.